പഠിപ്പിക്കാത്ത ഈ ഒരു ആഘോഷം ഇവിടെ നാട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത മൂന്നാമതൊരു ആഘോഷം ദീനിൽ കൊണ്ടുവരുന്നു. സ്വാഭാവികമായും ദീനിൽ ഇല്ലാത്ത ഒരു ആഘോഷം വന്നാൽ എന്താ സംഭവിക്കുക? ഇല്ലാത്ത പലതും അതിൽ കൂടി വരും. മീലാദ് ബൾബുകൾ വന്നു, മീലാദ് കേക്കുകൾ മുറിക്കാൻ തുടങ്ങി. എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പലയിടത്തും ബറേൽവികളായ ആളുകൾ ഹാപ്പി ബർത്ത്ഡേ മീലാദുൻ നബി എന്ന് പറഞ്ഞ് വലിയ കേക്കുകൾ മുറിച്ച് വായിലേക്ക് തിരികെ കൊടുക്കുന്ന രംഗങ്ങൾ കയറി വന്നു. കേക്ക് ഊറ്റാണോ എന്ന് ചോദിച്ചാൽ കേക്കല്ല പ്രശ്നം, അതിന് ഒരു ജന്മദിന ആഘോഷത്തിന്റെ പേര് നബിന്റെ ബർത്ത്ഡേയും പറഞ്ഞ് കൊണ്ടുവരാൻ തുടങ്ങി. ബാംഗ്ലൂരിൽ ഉണ്ണിയേശുവിന് പകരമായി ഉണ്ണി മുഹമ്മദിനെ കൊണ്ടുവന്നു. ക്രിസ്മസിന്റെ പുൽക്കൂടിന് പകരമായി റബീഉൽ അവ്വലിന്റെ മീലാദ് പുൽക്കൂടുകൾ ഉണ്ടാക്കി വെച്ചു. ചാണിന് ചാണായി, മുഴത്തിന് മുഴമായി മറ്റു മതസ്ഥരുടെ ആചാരങ്ങൾ ഇങ്ങനെ ഇതിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. ഇനി എവിടേക്ക് അത് എത്തിപ്പെടുമെന്ന് ആലോചിക്കുക. രണ്ട്, മദ്ഹ് എന്ന പേരിൽ പ്രവാചകനെ പാടി പ്രശംസിക്കുകയാണെന്ന പേരിൽ പറയാൻ പാടില്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബ്ദുകൽ മിസ്കീനു യർജു ഫളുലകൽ ജമ്മൽ ഗഫീറു. നബിയെ, അങ്ങയുടെ സാധുവായ അടിമയായ ഞാനിതാ വന്നിരിക്കുന്നു. നമ്മൾക്ക് നബിന്റെ അടിമയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫജുദിനാ യാ റസൂലല്ലാഹ്, ഫജുദി യാ റസൂലല്ലാഹി മിൻകാ ബിറഹ്മത്തിൻ ലിഅബ്ദിൻ നസീരിൻ ബിദ്ദുനൂബി മുസർവലി. പാപിയായ ദോഷിയായ അടിമയാണ് റസൂലേ, അങ്ങയുടെ കാരുണ്യം എനിക്ക് തരണേ. നമ്മൾക്ക് അള്ളാഹിനോട് റഹ്മത്ത് ചോദിക്കേണ്ടത്, ഇതൊക്കെ നേരെ നബിനോട് ചോദിക്കാൻ തുടങ്ങി. ഒക്കെ പാട്ടാണ്, മദ്ഹാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ അനാം മൗലിദിൽ കാണാം